അറപ്പുളവാക്കുന്ന ഭാഷാപ്രയോഗവുമായി വീണ്ടും നടൻ വിനായകൻ. ഗായകൻ യേശുദാസിനെയും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെയും അധിക്ഷേപിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്ററാണ് ഏറ്റവും ഒടുവിലത്തേത്. അസഭ്യം പറഞ്ഞുള്ള പോസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. VS-നെയും ഉമ്മൻചാണ്ടിയെയും ഉൾപ്പെടെ അധിക്ഷേപിച്ച് നേരത്തെ വിനായകൻ പോസ്റ്റിട്ടിരുന്നു. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കിയൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ വിമർശിച്ചവരെ പോലും മറിച്ച് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റായിരിക്കും സ്വാഭാവികമായിട്ടും വിനായകന്റെ സ്ഥിരം ഭാഷയിൽ പോസ്റ്റ് ഇടുകയാണെങ്കിൽ ഉണ്ടാവുക. ഏത് തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളും പ്രതിഷേധമൊക്കെ വരുന്നത് ഇപ്പോൾ? അപർണ, സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിനെതിരെയാണ് വിനായകന്റെ പോസ്റ്റ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അറപ്പുളവാക്കുന്ന ഭാഷയിലാണ് ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത്. നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പോലും കഴിയില്ല. അത്രയ്ക്ക് അസഭ്യം എഴുതി ചേർത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഒരു ചലച്ചിത്ര താരമാണ്, കലാകാരനാണ്. പക്ഷേ വിനായകന്റെ ചരിത്രം നമുക്കറിയാം. ഇതാദ്യമായല്ല ആളുകളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കുന്നു. പിന്നീട് VS അന്തരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയെയും VS-നെയും മാത്രമല്ല, മഹാത്മാഗാന്ധി മുതൽ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഹൈബി ഈഡൻ്റെ പിതാവ് ജോർജ് ഈഡൻ തുടങ്ങി ഈ പേരുകാരെ എല്ലാം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശ പോസ്റ്റുകൾ ആ തരത്തിൽ വിനായകൻ ചേർക്കുകയാണ്. പിന്നീട് ഈ വിനായകൻ്റെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്, സർക്കാരിനെ തന്നെ വെല്ലുവിളിക്കുന്നു. ഈ കേസെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ്സുകാരുടെയൊക്കെ പരാതിയിൽ അങ്ങനെ ഒരു പരാതി എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ, അതായത് ഉമ്മൻചാണ്ടി അന്തരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പരാമർശമുണ്ടായപ്പോൾ അതിനോട് പൊറുക്കുന്നു, അല്ലെങ്കിൽ അതിൽ താൻ ഗൗരവമായി കാണുന്നില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ടുള്ള പ്രതികരണം. വിനായകന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടെങ്കിൽ അത് പറയാവുന്നതാണ്. അങ്ങനെ പറയുന്നുമുണ്ട്. ഈ കോൺക്ലേവിൽ തന്നെ അടൂരിനെതിരെ എതിർപ്പ് അറിയിച്ച ആളുകളുണ്ട്. പക്ഷേ വിനായകൻ്റെ ഭാഷ, അത് മാത്രമല്ല, വിനായകൻ നേരത്തെ ഫ്ളാറ്റിൽ ഈ നഗ്നതാ പ്രദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസ്, അതിൽ പിന്നെ മാപ്പ് പറയുന്നു. ഹൈദരാബാദിൽ വിമാനത്താവളത്തിൽ ബഹളമുണ്ടാക്കുന്നു, അവിടെ ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടാകുന്നു. എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കുന്നു. കൊല്ലത്ത് ആഡംബര ഹോട്ടലിൽ ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ വിനായകൻ തുടരെ ഏറ്റവും മോശമായി പെരുമാറുന്ന നിലയിലേക്ക് പോകുന്നു. സലിം കുമാറിനെ അധിക്ഷേപിക്കുന്നു. അങ്ങനെ എത്രയോ കാര്യങ്ങളാകുന്നു. ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് വിനായകനെതിരെ ഈ പരാമർശം, യേശുദാസിനെതിരെയൊക്കെ നടത്തുന്ന ഈ പരാമർശത്തിൽ നിയമ നടപടി ഉണ്ടാകുമോ എന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ടാകണമെന്ന് വലിയൊരു വിഭാഗം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപർണ. റൈറ്റ്, വി വിനോദ്.